ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ വട്ടാവടയിൽ ചെന്നിട്ട് മൂന്നാറേക്ക് പോകാൻ അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു കോതമംഗലമൊക്കെ എത്താറായപ്പോഴത്തേക്കും ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി, സ്നാക്സ് ആയിട്ട്. അങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും വണ്ടിയിലൊക്കെ കയറി പിന്നെ ഡാൻസ് ആയിട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-11 മണിയായപ്പോഴത്തേക്കും നമ്മളവിടെ വട്ടാവടയിൽ ചെന്നു. അപ്പോൾ ജ്യോതി സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു, ഗ്രീൻ വേ ഹോം സ്റ്റേ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ റൂമിലുണ്ടായത്. ടോട്ടൽ 3 റൂം ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. ഗൈസ്, ഞങ്ങളിവിടെ വട്ടവടയില് അപ്പൊ നമ്മള് രാവിലെ എല്ലാരും റെഡി ആയിട്ട് താഴത്തേക്ക് ഇറങ്ങിയേക്കാണ്. നമ്മള് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് വന്നിട്ട് നമ്മള് ജ്യോതി സാറ് പാത്രം കഴുകി ചായപാത്രം. നമ്മളെല്ലാവരും സ്റ്റേ ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹോട്ടൽ തണൽ എന്ന് പറഞ്ഞിട്ടാണ് പേര്. അപ്പോൾ നമ്മൾ ചെറിയൊരു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും പിന്നെ ഞാനൊരു കട്ടൻ ചായ കുടിച്ചു. ബാക്കി എല്ലാവരും പാൽ ചായയൊക്കെ കുടിച്ചു. ചപ്പാത്തി എരിവിലായിരുന്നു, കറിയും കുഴപ്പമില്ല, നല്ലതായിരുന്നു. അങ്ങനെ ചായ കൂടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോൾ വണ്ടിയിൽ കയറി ഇനിയും നമ്മൾ അടുത്തത് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മുടെ കൂടെ ഉള്ളവരാണ് ഫ്രണ്ടിൽ നടന്നു പോകുന്നത്. ഇതാ നടന്നു പോകുന്നു സുനു. ഓ കോമഡി. ഞങ്ങളുടെ അറ്റത്തേക്ക് സ്ട്രോബറികൾ കളഞ്ഞു. ചേച്ചിക്ക് വേണ്ടേ? പൊട്ടിച്ചോ, നോക്കി ആളുടെ കവറിലേക്ക് കുടിച്ചാ നീ നോക്കട്ടെ. സ്ട്രോബറി നമ്മുടെ ജോജോ സാറിന്റെ കൂട്ടുകാരന്റെ സ്ഥലമായതുകൊണ്ട് നമ്മൾ പറിച്ചോളാൻ പറഞ്ഞു. അതെ, അവള് പറിച്ചു. നമുക്ക് ഓരോ ടിന്നില് ആ ചേച്ചി ഓരോ ബോക്സ് തന്നു. അങ്ങനെ നമ്മൾ ഫാമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ പോയത് ടോപ്പ് സ്റ്റേഷനിലേക്കായിരുന്നു. അപ്പോൾ അവിടെ സൈഡുകളിലൊക്കെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് അധികം വലിയ ഐറ്റംസ് ഒന്നും മേടിക്കാൻ നിന്നില്ല. ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചു, അത് വിഷയാന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ അനിയത്തിക്ക് ഒരു ഹാൻഡ് ബാഗ് അല്ല, സൈഡ് ബാഗ് മേടിച്ചു. പിന്നെ നമ്മൾ പാണ്ഡുവിന് ഒരു കളിപ്പാട്ടം മേടിച്ചു. പിന്നെ നമ്മൾ ചോക്ലേറ്റും വേറെ സാധനങ്ങളൊക്കെ നമുക്ക് മൂന്നാർ ടൗണിൽ ഇറങ്ങുമ്പോൾ മേടിക്കാൻ തോന്നും. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പ്. പിന്നെ അങ്ങോട്ട് പോകാനുണ്ടായിരുന്നു.
മാട്ടുപ്പെട്ടിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡും അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് കഴിച്ചത്. ഞാനപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഒരു കുഞ്ഞു കടയായിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാനൊന്നും അങ്ങനെ പറ്റുന്നുണ്ടായില്ല. നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. ഊണ് കഴിക്കാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഊണ് കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റിൽ ഒതുക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അടുത്തതിന് മൂന്നാർ ടൗണിലേക്കാണ്. അപ്പോൾ മൂന്നാർ ടൗണിൽ ഇറങ്ങിയ വീഡിയോസും ഞാൻ എടുത്തില്ല. അവിടെ നിന്ന് നമ്മൾ ചോക്ലേറ്റും അതും ഇതൊക്കെ മേടിച്ചു. പിന്നെ ഇറങ്ങിയത് ചിയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെയാണ് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ടൊരു നമുക്ക് ഡാൻസൊക്കെ കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഡാൻസ് കളിക്കാനാണ്. അങ്ങനെ അവിടെ നിന്ന് ഡാൻസിലേക്ക് കഴിഞ്ഞ് നമ്മളത് ഓരോരുത്തരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് എയർപോർട്ടിൻ്റെ അവിടെ സ്വപ്ന ചേച്ചിനെയും റജീനത്തേനെയും അവിടെ ഇറക്കി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ വിഷ്ണുവേട്ടനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളിങ്ങനെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്, അപ്പോൾ ആലോക്ക് ഷോറൂമിൻ്റെ അവിടേക്ക് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ഇറക്കിയാണ് പോയത്. അപ്പോൾ അതിനിടയ്ക്കുള്ള കുറച്ച് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം OnePlusലാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ അതിൽ ചാർജ് അധികം നിൽക്കാത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ദേ അവർ പോവാണ് ടാറ്റ. അപ്പം നമ്മൾ അടുത്തത് നമ്മളെ സുനിത ചേച്ചീനെയും ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഭാവൻ ചേച്ചി സംഗീത ചേച്ചിയൊക്കെ ഇറങ്ങി. അപ്പോൾ വീഡിയോ ബാക്കി എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്റ്റാൻഡും കൊണ്ടാണ് ഞാൻ പോയത്. ആ ട്രൈപോഡ് പൊട്ടി, ഫോണോട് കൂടി പൊട്ടി താഴെ വീണു. OnePlusൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോയി. പിന്നെ എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊക്കെ പോയി. എന്താ വിഷ്ണുട്ടൻ വഴക്ക് കുറയോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ സംഗീത ചേച്ചിയും ഭാവനമ്മായിയും കൂടെ ഇറങ്ങാൻ പോവാണ്. ഭാവനമ്മായി എന്ന് വിളിക്കുന്നത് അർജുൻ്റെ അമ്മായി ആയതുകൊണ്ടാണ് ഭാവനമ്മായി എന്ന് വിളിക്കുന്നത് കേട്ടോ. സംഗീത ചേച്ചിയുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരെ ഷോറൂമിലേക്കാണ് പോയത്. അപ്പോൾ അർജുനും മിഥുനും ഞാനും റാഷിദയും ജോജു സാറും പിന്നെ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷോറൂം എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.